ഇന്ത്യയുടെ പ്രതിരോധ ഭൂപടം മാറുകയാണ്. ഇത്രയും കാലം ആയുധങ്ങൾക്കായി റഷ്യയെയും അമേരിക്കയും മാറി മാറി ആശ്രയിച്ചിരുന്ന ഒരു കാലമുണ്ടായിരുന്നു നമുക്ക്. എന്നാൽ ഇന്ന് കഥ മാറി. ലോകത്തിലെ ഏറ്റവും കരുത്തുറ്റ പോർവിമാനമായ റഫാൽ ഇന്ത്യൻ മണ്ണിൽ നിർമ്മിക്കപ്പെടുമോ? ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണിന്റെ സന്ദർശനം ഇന്ത്യയുടെ സ്വയം ഭരണാധികാരത്തിന് നൽകുന്ന കരുത്ത് എന്താണ്? വെറുമൊരു കച്ചവടത്തിനപ്പുറം ഫ്രാൻസ് എങ്ങനെയാണ് ഇന്ത്യയുടെ ഏറ്റവും വിശ്വസ്തനായ പങ്കാളിയായി മാറിയത്? നമുക്ക് നോക്കാം. ഇന്ത്യയും ഫ്രാൻസും തമ്മിലുള്ള ബന്ധത്തിന് പതിറ്റാണ്ടുകളുടെ പഴക്കമുണ്ട്. 1950കളിൽ നാം ആദ്യമായി വാങ്ങിയ വിദേശ വിമാനമായ ഔറഗൻ തൊട്ട് അത് തുടങ്ങുന്നു. 1998ലെ പൊഖ്രാൻ ആണവ പരീക്ഷണത്തെ തുടർന്ന് ലോകരാജ്യങ്ങൾ ഇന്ത്യക്ക് മേൽ ഉപരോധം ഏർപ്പെടുത്തിയപ്പോൾ ഇന്ത്യക്കൊപ്പം നിന്ന ഏക പാശ്ചാത്യ രാജ്യം ഫ്രാൻസ് ആയിരുന്നു. മിറാഷ് 2000 വിമാനങ്ങളിലൂടെ പാകിസ്ഥാനെ തകർക്കാൻ ഇന്ത്യയെ സഹായിച്ചതും ഫ്രഞ്ച് സാങ്കേതിക വിദ്യയാണ്. ഇതേ വിശ്വാസം തന്നെയാണ് ഇന്ന് റഫാലിലും INS കാൽവരി മുങ്ങിക്കപ്പലുകളിലും എത്തി നിൽക്കുന്നത്. യുദ്ധമുഖത്ത് ചൈനയുടെ J-20 വിമാനങ്ങളെക്കാൾ മുൻതൂക്കമുള്ള വിമാനമാണ് റഫാൽ. നിലവിൽ ഇന്ത്യൻ വ്യോമസേന നേരിടുന്ന സ്ക്വാഡ്രനുകളുടെ കുറവ് പരിഹരിക്കാനാണ് ഈ പദ്ധതി ലക്ഷ്യമിടുന്നത്. 42 സ്ക്വാഡ്രനുകൾ വേണ്ട സ്ഥാനത്ത് ഇപ്പോൾ 31 എണ്ണം മാത്രമാണുള്ളത്. ഇത് പരിഹരിക്കാൻ 114 ആധുനിക പോർവിമാനങ്ങൾ വാങ്ങുന്നതിലൂടെ സാധിക്കും. റഫാലിന്റെ ഏറ്റവും പുതിയ പതിപ്പായ F4 ഇന്ത്യക്ക് നൽകാൻ മാക്രോൺ തയ്യാറാണ്. ഭാവിയിൽ വരാനിരിക്കുന്ന അദൃശ്യ വിമാനം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന F5ന്റെ സഹനിർമ്മാണത്തിലും ഇന്ത്യയെ പങ്കാളിയാക്കാൻ ഫ്രാൻസ് സന്നദ്ധത അറിയിച്ചിട്ടുണ്ട്. ഫ്രാൻസിനെ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തരാക്കുന്ന അവരുടെ സാങ്കേതിക വിദ്യ കൈമാറാനുള്ള സന്നദ്ധതയാണ്. ബാംഗ്ലൂരുവിൽ നടന്ന 6ാം ഇന്ത്യ ഫ്രാൻസ് വാർഷിക പ്രതിരോധ ചർച്ചകൾ പ്രകാരം ഹാംബർ മിസൈലുകൾ ഇനി ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കും. ഇന്ത്യയുടെ സ്വന്തം 5ാം തലമുറ വിമാനമായ AMCAക്ക് വേണ്ട എഞ്ചിനുകൾ നിർമ്മിക്കാൻ ഫ്രഞ്ച് കമ്പനിയായ സാഫ്രാൻ ഇന്ത്യയുമായി കൈകോർക്കുന്നു. 100% സാങ്കേതിക വിദ്യയും ഇന്ത്യക്ക് കൈമാറുമെന്ന മാക്രോന്റെ ഉറപ്പ് ഇന്ത്യയെ ഒരു ആഗോള പ്രതിരോധ ഹബ്ബാക്കി മാറ്റും. ലളിതമായി പറഞ്ഞാൽ ഏത് വൻ ശക്തികളുടെയും സമ്മർദ്ദത്തിന് വഴങ്ങാതെ സ്വന്തം രാജ്യത്തിന്റെ താല്പര്യങ്ങൾക്കനുസരിച്ച് തീരുമാനമെടുക്കാനുള്ള ഇന്ത്യയുടെ കഴിവ് വർദ്ധിക്കുകയാണ്. അമേരിക്കയും ചൈനയും തമ്മിലുള്ള വടംവലികൾക്കിടയിൽ ഇന്ത്യയെ ഒരു ശരിപക്ഷമായി ഫ്രാൻസ് കാണുന്നു. റഷ്യൻ ആയുധങ്ങളുടെ ലഭ്യത കുറയുമ്പോൾ അമേരിക്കയുടെ കർക്കശമായ നിബന്ധനകൾ ഇല്ലാതെ തന്നെ ഉന്നത നിലവാരമുള്ള ആയുധങ്ങൾ നൽകാൻ ഫ്രാൻസ് തയ്യാറാകുന്നത് ഇന്ത്യയുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നു. 2047 ഒരു വികസിത രാഷ്ട്രമാകാനുള്ള ഇന്ത്യയുടെ യാത്രയിൽ പ്രതിരോധ സ്വയം പര്യാപ്തത അനിവാര്യമാണ്. മാക്രോന്റെ ഇന്ത്യ സന്ദർശനവും റഫാൽ കരാറുകളും വെറുമൊരു ആയുധ കച്ചവടമല്ല, മറിച്ച് ഇന്ത്യയുടെ ആകാശം സുരക്ഷിതമാണെന്ന പ്രഖ്യാപനമാണ്. മേക്ക് ഇൻ ഇന്ത്യയിലൂടെ വിമാനങ്ങൾ ഇന്ത്യയിൽ നിർമ്മിക്കപ്പെടുമ്പോൾ അത് ലക്ഷക്കണക്കിന് തൊഴിലവസരങ്ങൾക്കും സാങ്കേതികമായ വളർച്ചയ്ക്കും വഴി തുറക്കും.